ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രി പൂജയ്ക്കും പിതൃബലിതർപ്പണത്തിനുമായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ആലുവ മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത്. ശിവരാത്രി ചടങ്ങുകളോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നിതിൻ അംബുജൻ ആലുവ മണപ്പുറത്തു നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ടോബി ജോൺസണിലേക്കാണ്. ടോബി, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ ടോബി? രാവിലെ തന്നെ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു. ഇന്ന് ശിവരാത്രി ദിവസമായതുകൊണ്ട് തന്നെ വിശേഷാൽ പൂജകളുണ്ട്. രാവിലെ എഴുന്നള്ളിപ്പ് നടന്നു. അതിനുശേഷമാണ് മറ്റ് വിശേഷാൽ പൂജകളിലേക്ക് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രത്യേകത ഒരു മഹാശയന പ്രദക്ഷിണം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ്, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ. എടുത്തു പറയേണ്ടത് ഈ ഖൊരമഹർഷിയാൽ സ്ഥാപിച്ച 3 ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റുമാനൂരാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കടുത്തുരുത്തി തളി ക്ഷേത്രം, ഒപ്പം തന്നെ വൈക്കം ക്ഷേത്രം. ഈ 3 ശിവക്ഷേത്രങ്ങളിൽ ഒരേ സമയം ഒരേ ദിവസം സന്ദർശിക്കുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. അങ്ങനെ ആ 3 ക്ഷേത്രങ്ങളിലേക്കും പോകുന്ന ഭക്തർ ഇന്ന് ആദ്യം ഏറ്റുമാനൂരിലെത്തി കടുത്തുരുത്തിയിലേക്കും അവിടെ നിന്ന് വൈക്കത്തേക്കും പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് മറ്റ് തിരുനക്കര ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കോട്ടയം ജില്ലയിൽ ശിവക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാവിലെ തന്നെ നിരവധി ഭക്തരാണ് എത്തി ദർശന പുണ്യം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഏറ്റുമാനൂരിലേത്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുമെന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 365 ദിവസവും ഇവിടേക്ക് ഭക്തർ എത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി ദിവസം അതിൻ്റെതായിട്ടുള്ള വിശേഷാൽ ചടങ്ങുകളുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, നാളെ ഇവിടെ കൊടിയേറുകയാണ് ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ. അതിൻ്റെ കൂടി ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രങ്ങളിലേക്കെല്ലാം കോട്ടയം ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിതിൻ അംബുജൻ ആലുവ മണപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഈ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വേണ്ട എല്ലാ ഒരുക്കങ്ങളും, ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വിപുലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേക സർവീസ് കൊച്ചി മെട്രോ നടത്തുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നിതിൻ? റിജിത്ത്, ആലുവ ശിവക്ഷേത്ര പരിസരത്ത് വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ നിരവധി ഭക്തജനങ്ങളാണ് രാവിലെ മുതൽ തന്നെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ശിവരാത്രിയാണ്, വിശേഷാൽ പൂജകളൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 5 മണി മുതൽ തന്നെ നിരവധി പേരാണ് ഇവിടെ ക്യൂ നിന്നുകൊണ്ട് ദർശനത്തിനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. മഹാശിവരാത്രി നാളിൽ ഉറക്കമൊഴിഞ്ഞ് വ്രതാനുഷ്ഠാനങ്ങളുടെ പിതൃബലി തർപ്പണത്തിനായി നിരവധി പേർ, ജനലക്ഷങ്ങളാണ് ഇവിടെ എത്താറ്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ ബലിതർപ്പണത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു. ഇന്ന് രാത്രി ശിവരാത്രി വിളക്കിന് ശേഷമാകും പിന്നീട് ഔപചാരികമായി ബലിതർപ്പണം ആരംഭിക്കുക. നാളെ ഉച്ചവരെ അത് നീളുമെന്ന് മനസ്സിലാക്കുന്നു. ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ വരുമെന്നൊരു കണക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ നിയന്ത്രണങ്ങളും സമീപ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് മെട്രോയെല്ലാം തന്നെ സർവീസുകൾ നീട്ടും. അതോടൊപ്പം തന്നെ KSRTC ഏതാണ്ട് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം 1500-ലധികം പോലീസാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ആ നിലയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി മുന്നോട്ട് പോകുന്നു. എന്തായാലും ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരുന്നു. നിരവധി പേർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാകും കൂടുതൽ പേർ ഇവിടെ എത്തുക. ഏതാണ്ട് നാളെ ഉച്ചവരെ ഇത്തരത്തിൽ നിരവധി പേർ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ വന്ന് ഈ പിതൃബലി തർപ്പണത്തിന്റെ ഭാഗമാകും. നമുക്കറിയാം, ഇന്ന് നാളെയെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് നിരവധി പേർ ഇവിടെ വന്ന് ഈ ചടങ്ങെല്ലാം തന്നെ നടത്തി പോകുന്നത്. ആ നിലയിലുള്ള തിരക്ക് എന്തായാലും ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ശരി, ആലുവ മണപ്പുറത്ത് നിന്ന് നിതിൻ അംബുജൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.